ഹലോ സ്റ്റുഡൻസ്, ഇലക്ട്രോ കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണ്, അതിനൊരു ഉദാഹരണമായ ഡാനിയൽ സെൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡാനിയൽ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷനുകൾ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, അതുപോലെ തന്നെ ഓവറോൾ സെൽ റിയാക്ഷൻ, ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു ഡിസ്കഷന് ശേഷം നമുക്ക് ഇനി ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്കൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ എങ്ങനെ സൂചിപ്പിക്കാം അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഹൗ ടു റെപ്രസെന്റ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന തിയറി എന്ന് പറയുന്നത്. സോ ആ ക്ലാസ്സിലേക്ക് പോവാം. റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ സെല്ലിന്റെ ആനോഡും കാഥോഡും തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ റെപ്രസെന്റേഷൻ ചെയ്യുന്നത്. അതിൽ സോൾട്ട് ബ്രിഡ്ജിനെ സിംബോളിക്കായിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കാം. ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ റെപ്രസെന്റേഷന് വേണ്ടി ഞാനൊരു ഉദാഹരണമായിട്ട് ഡാനിയൽ സെല്ലിനെ തന്നെ എടുക്കാം. നമുക്കറിയാം ഡാനിയൽ സെല്ലിന്റെ ഓവറോൾ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് Zn plus Cu2 plus gives Zn2 plus Cu. ഇതാണ് ഡാനിയൽ സെല്ലിന്റെ ഓവറോൾ സെൽ റിയാക്ഷൻ. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇതിനെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം സിങ്ക് 2+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു, അതാണ് ആനോഡ് എന്ന് പറയുന്നത്. കോപ്പർ 2+ കോപ്പർ ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു, അതാണ് കാഥോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് മനസ്സിലാക്കിയാൽ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ നമ്മൾ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ആനോഡ് ആദ്യം എഴുതുന്നു, അതിനുശേഷം ഒരു ഡബിൾ വെർട്ടിക്കൽ ആരോ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് കാണിക്കുന്ന സോൾട്ട് ബ്രിഡ്ജിനെയാണ്. അതിനുശേഷം കാഥോഡ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഡാനിയൽ സെല്ലിനെ ഈ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അതാണ് മനസ്സിലാക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം ആനോഡിലേക്ക് വരുന്നു. അപ്പൊ അതിന്റെ റെപ്രസെന്റേഷൻ മനസ്സിലാക്കുമ്പോൾ സിങ്ക് 2+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. അപ്പൊ അതാണ് ആനോഡിക് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, സിങ്ക് നമുക്കറിയാം സോളിഡ് മെറ്റൽ ആണ്, സോളിഡ് സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കണം. ഒരു സിംഗിൾ വെർട്ടിക്കൽ ലൈൻ, അത് കഴിഞ്ഞ് Zn2+, അത് അക്വസ് സൊല്യൂഷൻ ആണ്. Zn2+ എന്ന് പറഞ്ഞാൽ സിങ്ക് ഡിപ്പ് ചെയ്തിരിക്കുന്ന സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലാണ്, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഈ സിംഗിൾ വെർട്ടിക്കൽ ആരോ വായിക്കുന്നത് ഇൻ കോണ്ടാക്ട് വിത്ത് എന്നാണ്. സോ നമുക്കിത് വായിക്കുന്നത് സിങ്ക് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് Zn2+. എന്നിട്ട് നമ്മൾ അതിനുശേഷം സോൾട്ട് ബ്രിഡ്ജിന്റെ റെപ്രസെന്റേഷൻ, ഡബിൾ വെർട്ടിക്കൽ ആരോ കാണിക്കുന്ന സോൾട്ട് ബ്രിഡ്ജിന്റെ റെപ്രസെന്റേഷൻ ആണ്. അതിനുശേഷം കോപ്പർ 2+ ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ്, അത് അക്വസ് സൊല്യൂഷൻ ആണ്, ഇലക്ട്രോലൈറ്റ് ആണ്. ദാറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് കോപ്പർ മെറ്റൽ റോഡുമായിട്ട്, അത് സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ്. അപ്പൊ സിംഗിൾ വെർട്ടിക്കൽ ആരോ കോണ്ടാക്ട് വിത്ത് എന്നാണ് വായിക്കുന്നത്, ഡബിൾ വെർട്ടിക്കൽ ആരോ പറയുന്നത് സോൾട്ട് ബ്രിഡ്ജിന്റെ റെപ്രസെന്റേഷൻ ആണ്. സോ ദിസ് വിൽ ബി ദ റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെൽ. അപ്പം നമ്മൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ പാർട്ട് ആനോഡും പിന്നീട് കാഥോഡുമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ പാർട്ട് ആനോഡും ഈ പാർട്ട് കാഥോഡുമാണ്. ആ രീതിയിലാണ് നമ്മൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. അടുത്ത ഒരു സെല്ലാണ് കോപ്പറും സിൽവറും അടങ്ങുന്ന ഒരു സെല്ലാണ്. കോപ്പർ പ്ലസ് 2Ag പ്ലസ് ഗീവ്സ് കോപ്പർ 2+ പ്ലസ് 2Ag. ഇവിടെ കോപ്പർ 2+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു, അപ്പൊ അതായിരിക്കും ആനോഡ്. Ag പ്ലസ് Ag ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു, അപ്പൊ അതായിരിക്കും കാഥോഡ്. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ് ആണല്ലോ റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സിൽവർ കാഥോഡും കോപ്പർ ആനോഡുമായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ റെപ്രസെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ കോപ്പർ ഫസ്റ്റ് കാണുന്നു ഇൻ കോണ്ടാക്ട് വിത്ത് സിംഗിൾ വെർട്ടിക്കൽ ആരോ കോപ്പർ 2+, ഒരു മെറ്റൽ അതിന്റെ തന്നെ ഇലക്ട്രോലൈറ്റിലാണ് കോണ്ടാക്റ്റിലായിരിക്കുന്നത്. അതിനുശേഷം സോൾട്ട് ബ്രിഡ്ജ്. അത് കഴിഞ്ഞ് ഇവിടെ സിൽവർ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ബാലൻസിങ്ങിന് നമ്മൾ 2 കൊടുത്തേക്കുന്നേ ഉള്ളൂ. സ്പീഷീസിനെ എഴുതുമ്പോൾ ഒരു സിൽവർ എഴുതിയാൽ മതി. അപ്പൊ Ag+, അത് നമുക്കറിയാം അക്വസ് ആണ്. അതുപോലെ തന്നെ ഇവിടെയും അക്വസ്, ഇത് സോളിഡ് ആണ്, ഇൻ കോണ്ടാക്ട് വിത്ത് Ag, ദാറ്റ് ഈസ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. So this is the representation of the above cell. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആദ്യം ആനോഡ്, പിന്നെ ഡബിൾ വെർട്ടിക്കൽ ലൈൻ, ഇത് കാണിക്കുന്ന സോൾട്ട് ബ്രിഡ്ജിനെയാണ്, പിന്നീട് കാഥോഡ്. അപ്പൊ ഇതാണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ജനറൽ റെപ്രസെന്റേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. നന്നായിട്ട് മനസ്സിലാക്കുക. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രീതിയിലാണ് ഒരു സെല്ലിനെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് എ ബേസിക് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദിസ് ചാപ്റ്റർ. സോ സ്റ്റഡി വെൽ. ഓക്കെ, ഈ ചാപ്റ്ററിൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ അതിന്റെ തന്നെ ആ മെറ്റലിന്റെ തന്നെ ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു, മുങ്ങിയിരിക്കുന്നു. അപ്പൊ ഒരു ഉദാഹരണത്തിന് സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു.
അപ്പൊ സിങ്ക് സൾഫേറ്റ് സിങ്കിന്റെ തന്നെ ഇലക്ട്രോലൈറ്റ് ആണ്. അല്ലെ കോപ്പർ സൾഫേറ്റ് ഡിപ്പ് ചെയ്തിരിക്കുന്നു, കോപ്പറിന്റെ തന്നെ ഇലക്ട്രോലൈറ്റ് ആണ് കോപ്പർ സൾഫേറ്റ്. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് അങ്ങ് പറഞ്ഞാൽ ഒരു മെറ്റൽ അതിന്റെ തന്നെ ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അതിനെ ഒരു ഹാഫ് സെൽ എന്ന് എടുക്കാൻ വേണമെങ്കിൽ, ഒരു ഫുൾ സെല്ലിന്റെ കാര്യമല്ല പറയുന്നത്, ഒരു ഹാഫ് സെല്ലിന്റെ കേസാണ്. ഒരു മെറ്റൽ അതിന്റെ തന്നെ ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ മെറ്റൽ ഹാസ് എ ടെൻഡൻസി ടു ലോസ് ഇലക്ട്രോൺ. മെറ്റലിന് ഇലക്ട്രോണെ കളയാനുള്ള ടെൻഡൻസിയാണ്. എന്നിട്ട് ആ സൊല്യൂഷനകത്തോട്ട് അയോൺസ് ആയിട്ട് മാറും. അതേസമയം ആ സൊല്യൂഷനകത്ത് കിടക്കുന്ന മെറ്റാലിക് അയോൺസ് ഉണ്ട്. ആ മെറ്റാലിക് അയോൺസ് ഈ മെറ്റൽ കളയുന്ന ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് അത് മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്ത് മെറ്റൽ ആറ്റമായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ മെറ്റൽ ഹാസ് എ ടെൻഡൻസി ടു ലോസ് ഇലക്ട്രോൺ ആൻഡ് മെറ്റാലിക് അയോൺസ് പ്രസന്റ് ഇൻ ദ ഇലക്ട്രോലൈറ്റ് ഹാസ് എ ടെൻഡൻസി ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മെറ്റൽ അതിന്റെ തന്നെ ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ സോൾട്ട് ബ്രിഡ്ജ് വെക്കുന്നത് തന്നെ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യലിനെ അവോയ്ഡ് ചെയ്യാനാണ്. ഇങ്ങനെ ഒരു മെറ്റൽ അതിന്റെ തന്നെ ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുമ്പോൾ മെറ്റൽ ഹാസ് എ ടെൻഡൻസി ടു ലോസ് ഇലക്ട്രോൺ ആൻഡ് മെറ്റാലിക് അയോൺ പ്രസന്റ് ഇൻ ദ ഇലക്ട്രോലൈറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ. ഈ ഒരു പ്രതിഭാസം നടക്കുന്നത് കൊണ്ട് അവിടെ ചെറിയ ആ ലിക്വിഡിന്റെ ഇന്റർഫേസിൽ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ, ഒരു മെറ്റൽ അതിന്റെ തന്നെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ മുക്കി വെക്കുമ്പോൾ മെറ്റലിന് ഒരു ടെൻഡൻസി ഉണ്ട്, ഒരു പ്രവണതയുണ്ട്, ഇലക്ട്രോണിനെ കളയുക എന്നിട്ട് സൊല്യൂഷനിലേക്ക് പോവുക. സൊല്യൂഷനകത്ത് കിടക്കുന്ന മെറ്റാലിക് അയോൺസിന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ ടെൻഡൻസി ഉണ്ട്. ഈ ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സോ നമുക്ക് മനസ്സിലാക്കാം, ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ലോസ് ഓർ ഗെയിൻ ഇലക്ട്രോൺസ് വെൻ ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ ഇറ്റ്സ് ഓൺ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഒരു മെറ്റലിനെ അതിന്റെ തന്നെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ കോണ്ടാക്റ്റിലായിരിക്കുമ്പം ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനോ ഉള്ള ടെൻഡൻസി ആണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പൊതുവെ പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നെ രണ്ട് വിധത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്സിഡേഷന്റെ ഭാഗമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അതുപോലെ റിഡക്ഷന്റെ ഭാഗമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനെ നമുക്ക് യഥാക്രമം ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നും റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നും ഒക്കെ പേര് വിളിക്കാം. നമ്മൾ അതിന്റെ ഡിസ്കഷൻ പാർട്ടിലേക്കാണ് പോകുന്നത്. സോ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതിന്റെ ഒരു റെപ്രസെന്റേഷനോടെ മനസ്സിലാക്കുക. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഞാനൊരു റിഡക്ഷൻ റിയാക്ഷൻ നിങ്ങൾക്ക് മുമ്പിൽ എഴുതി കാണിക്കാം. Mn+, ഇതൊരു മെറ്റാലിക് അയോൺ ആണ്. അത് N ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യുന്നു, M എന്ന് പറഞ്ഞ മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മൾ ഇനി ഇത് ഈ ഇക്വേഷനകത്ത് നമ്മൾ ഓക്സിഡേഷൻ അല്ല, ഇവിടെ റിഡക്ഷൻ ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. IUPACയുടെ കൺവെൻഷൻ അനുസരിച്ച് നമ്മൾ ഈ റിഡക്ഷൻ പൊട്ടൻഷ്യലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. റിഡക്ഷൻ റിയാക്ഷൻ ആണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്സിഡേഷൻ ഉണ്ട്, ഓക്സിഡേഷനും റിഡക്ഷനും തമ്മിൽ കണക്റ്റഡ് ആണ്. മാഗ്നിറ്റ്യൂഡിലി ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും ഈക്വൽ ആണ്. നമ്മളിവിടെ IUPACയുടെ കൺവെൻഷൻ അനുസരിച്ച് റിഡക്ഷൻ ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ പഠിക്കുന്ന പൊട്ടൻഷ്യൽ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ്. നമ്മൾ ക്യാപിറ്റൽ ഇ റെപ്രസെന്റ് ചെയ്യുന്നു, Mn+ ഇൻ കോണ്ടാക്ട് വിത്ത് M. ദിസ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ റെപ്രസെന്റേഷൻ ആണ് ക്യാപിറ്റൽ ഇ എഴുതി Mn+ ഇൻ കോണ്ടാക്ട് വിത്ത് M. ആ രീതിയിലാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ജനറൽ റെപ്രസെന്റേഷൻ. ക്യാപിറ്റൽ ഇ Mn+ ഇൻ കോണ്ടാക്ട് വിത്ത് M. ദിസ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ രണ്ട് വിധത്തിലുണ്ട്. ഒന്നാമത്തെ ടെൻഡൻസി ടു ലോസ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ കളയാനുള്ള ടെൻഡൻസി. നമുക്കറിയാം ഓക്സിഡേഷൻ ആണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത പൊട്ടൻഷ്യലാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അതുപോലെ ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ, അതിനെയാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ രണ്ട് വിധത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നും റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നും. ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമുക്ക് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവിടുത്തെ ടെമ്പറേച്ചർ 298 കെൽവിൻ ടെമ്പറേച്ചർ ആണ്. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് 1 ബാർ പ്രഷർ ആണ്. ചില കേസിൽ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നും പറയാറുണ്ട്. അപ്പൊ 298 കെൽവിൻ 1 ബാർ പ്രഷർ, അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ കോൺസെൻട്രേഷൻ. ഈ മൂന്ന് കണ്ടീഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ കണ്ടീഷനിൽ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ.
ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെ തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ റെപ്രസെന്റേഷന്റെ മുകളിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു സീറോയും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ആ സൂപ്പർ സ്ക്രിപ്റ്റ് ഇങ്ങനെ സീറോ ആഡ് ചെയ്യുന്നു. ആ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ബാക്കി പഴയതുപോലെ തന്നെ റെപ്രസെന്റേഷൻ ഇതാണ്. ദിസ് സൂപ്പർ സ്ക്രിപ്റ്റ് സീറോ റെപ്രസെന്റ് ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് വിച്ച് മീൻസ് 298 Kelvin, 1 bar pressure or 1 atm pressure and 1 molar concentration. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറയുന്നത്. ഇനി ഒരു കേസ് പറയാം. IUPACയുടെ പരിഗണന അല്ലെങ്കിൽ IUPACയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലായിട്ട് പരിഗണിക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലിനെയാണ്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിനെയാണ്. നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിനെ പരിഗണിക്കാറില്ല. അപ്പൊ നമുക്ക് അതാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പഠിക്കാനുള്ളത്. സോ അക്കോർഡിംഗ് ടു IUPAC കൺവെൻഷൻ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിനെയാണ് സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യലായിട്ട് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പർപ്പസ്ഫുള്ളി ആ റിഡക്ഷൻ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യമേ നമ്മളൊന്ന് പറഞ്ഞു വെച്ചാണ്. അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കുക. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ലോസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ വെൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ്സ് ഓൺ salt solution or electrolyte. The tendency to lose electron is called oxidation potential. The tendency to gain electron is called reduction potential. According to IUPAC convention, the standard reduction potential is taken as the standard potential. അപ്പം IUPACയുടെ കൺവെൻഷൻ അനുസരിച്ച് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഉപയോഗിക്കുമ്പോഴാണ് അത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആവുന്നത്. 298 Kelvin, 1 bar or 1 atmospheric pressure, 1 molar concentration. ഇതാണ് ഈ സൂപ്പർ സ്ക്രിപ്റ്റ് സീറോ റെപ്രസെന്റ് ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഈ സീറോ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. എല്ലായ്പ്പോഴും നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് പറയുന്നത്. കാരണം IUPAC അത് സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നമ്മൾ ഇനി മെൻഷൻ ചെയ്യുന്നില്ല. നമ്മൾ പറയുന്ന എല്ലാ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഈ പറയുന്ന പോലെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും. നമുക്ക് 1-2 ഉദാഹരണങ്ങൾ ഇതിനകത്ത് നോക്കാം. 1-2 എക്സാമ്പിൾസ് പരിഗണിച്ചാൽ കോപ്പറിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതായത് E0 Cu2 plus in contact with the Cu, that is about 0.34 volt. പോസിറ്റീവ് വാല്യൂ ആണ്. പ്ലസ് 0.34 വോൾട്ട് ആണ് കോപ്പറിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതേസമയം സിങ്കിന്റെ കേസ് എടുത്താൽ E0 Zn2 പ്ലസ് ഇൻ കോണ്ടാക്ട് വിത്ത് Zn, ഈ രീതിയിലാണ് Mn പ്ലസ് ഇൻ കോണ്ടാക്ട് വിത്ത് M രീതിയിലാണ് നമ്മൾ അതിന്റെ റെപ്രസെന്റ്. -0.76 വോൾട്ട് ആണ് സിങ്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് അയണിന്റെ കേസ് Fe2 പ്ലസ് സിസ്റ്റത്തിന്റെ 0.44 വോൾട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞൊരു സീരീസ് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അതിനകത്ത് ഈ ഇലക്ട്രോഡുകളുടെ അല്ലെങ്കിൽ എലമെന്റുകളുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കുക. Now we are discussing about electrode potential and it is the tendency of an electrode to lose or gain electrons when contact with its own electrolytic solution. അത്രയും മനസ്സിലാക്കുക ഇവിടുത്തെ സിറ്റുവേഷൻ. ഓക്കെ, ഇനി നമുക്കിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മളിവിടെ മനസ്സിലാക്കി. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ വോൾട്ടേജ്, സെൽ വോൾട്ടേജ് അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ EMF ഓഫ് ദ സെൽ. EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഒരു സെല്ല് നമുക്ക് തരുന്ന വോൾട്ടേജ് എത്ര, ഒരു സെല്ല് ഇങ്ങോട്ട് ഔട്ട്പുട്ട് തരുന്ന വോൾട്ടേജ് എത്ര, അതിനെയാണ് സെൽ EMF എന്ന് പറയുന്നത്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയാം, അതും അല്ലെങ്കിൽ സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയാം. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കുട്ടി സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ. E സെൽ എന്നാണ് അതിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മൾ അതിന്റെ റെപ്രസെന്റേഷൻ ക്യാപിറ്റൽ E കൊടുത്തിട്ട് ഇവിടെ സെൽ എന്ന് എഴുതും. സോ ദിസ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് E സെൽ ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് സെൽ പൊട്ടൻഷ്യൽ. അപ്പൊ സെൽ പൊട്ടൻഷ്യൽ ഓർ സെൽ വോൾട്ടേജ് ഓർ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF ഓഫ് സെൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു വളരെ സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ നോർമലി ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ആനോഡിനും കാഥോഡിനും ഇടയ്ക്ക് ഒരു വോൾട്ട് മീറ്റർ വെക്കാറുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ വോൾട്ട് മീറ്ററിലാണ് നമ്മുടെ സെല്ലിന്റെ EMF കാണാൻ പറ്റുന്നത്. നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. വോൾട്ട് മീറ്ററിലെ റീഡിംഗ് ആണ് ഈ പറയുന്ന സെല്ലിന്റെ വോൾട്ടേജ് അല്ലെങ്കിൽ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. അതായത് കറക്റ്റ് പറഞ്ഞാൽ നമുക്ക് ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ E സെൽ കണ്ടുപിടിക്കാം. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇതാണ് ആ ഇക്വേഷൻ. E സെൽ ഈക്വൽ ടു ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സെൽ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്.
അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡിൽ നിന്ന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് ആ രണ്ട് വാല്യൂ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇ സെൽ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് വോൾട്ടേജ് ആയിരിക്കും. അതിനെയാണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനെ നമ്മളൊന്ന് ചുരുക്കി എഴുതിയാൽ ഇ സെൽ ഈക്വൽ ടു ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. അപ്പൊ റൈറ്റ് സൈഡിൽ എപ്പോഴും കാഥോഡ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ആനോഡ് ആയിരിക്കും. ആ അർത്ഥത്തിൽ ഇ സെൽ ഈക്വൽ ടു ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ് എന്നും കൊടുക്കാറുണ്ട്. കുറച്ചും കൂടെ ചുരുക്കി ഇ സെൽ ഈക്വൽ ടു ഇ ആർ മൈനസ് ഇ എൽ, ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. So this is the equation for finding out the EMF or cell voltage or cell potential, and it is given by E cell equal to reduction potential of cathode minus reduction potential of anode. In other words, E cell equal to E right minus E left. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ എടുത്താൽ ആദ്യം കാണുന്നത് ആനോഡും പിന്നെ കാണുന്നത് കാഥോഡുമാണ്. അപ്പൊ കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ മൈനസ് ചെയ്യും. ഇതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡ് ഔട്ട് ഇ സെൽ. ഇനി നമുക്കൊരു ഉദാഹരണത്തിലേക്ക് പോവാം. ഡാനിയൽ സെൽ നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്കറിയാം ആനോഡായിട്ട് സിങ്ക് സൾഫേറ്റിലും കാഥോഡായിട്ട് കോപ്പറുമാണ്, കോപ്പർ സൾഫേറ്റിലും ആ ഒരു ഹാഫ് സെല്ലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഡാനിയൽ സെല്ലിന്റെ ഇ സെൽ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നോക്കാം, മനസ്സിലാക്കാം ഒരു ഉദാഹരണമായിട്ട്. For Daniel cell, copper 2 plus in contact with copper ന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പ്ലസ് 3.4 വോൾട്ട് ആണ്. അതുപോലെ Zn 2 plus in contact with Zn ന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.76 വോൾട്ടേജ് ആണ്. അപ്പൊ നമ്മൾ ഈ സെല്ല് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ് എന്നാണ്. റൈറ്റ് സൈഡിലുള്ള ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം കോപ്പർ ആണ്. കോപ്പറിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പ്ലസ് 0.34 വോൾട്ടേജ് ആണ്. മൈനസ് ലെഫ്റ്റിലുള്ള ഇലക്ട്രോൺ ആണ് സിങ്ക് എന്ന് പറയുന്നത്, അത് ഓൾറെഡി ഇവിടെ മൈനസ് ആണ്. അപ്പൊ മൈനസ് 0.76 വോൾട്ട് ആണ്. അപ്പൊ ഈ രണ്ട് മൈനസും കൂടെ പ്ലസ് ആയിട്ട് ഇത് ആഡപ്പ് ചെയ്തെടുക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് 1.1 വോൾട്ടേജ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡാനിയൽ സെല്ലിന്റെ കേസിൽ ഓവറോൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെല്ലിന്റെ ഇ എം എഫ് എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ നമുക്ക് ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം, ഓവറോൾ സെൽ പൊട്ടൻഷ്യൽ എങ്ങനെ കിട്ടും, ഇ എം എഫ് എങ്ങനെ കിട്ടും. അത് ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ ഒബ്റ്റെയിൻ ചെയ്യും. അതാണ് സിമ്പിൾ ഇക്വേഷൻ. ഒരു ഉദാഹരണത്തിന് ഡാനിയൽ സെല്ല് നമുക്ക് ഓൾറെഡി അറിയാം, ഡാനിയൽ സെല്ല് 1.1 വോൾട്ട് ആണ്. അത് കിട്ടുന്ന രീതി ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാ സെല്ലുകളുടെയും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. സോ റിമെമ്പർ ഓൾവേസ് ദാറ്റ് ഇക്വേഷൻ, ഇ സെൽ ഈക്വൽ ടു ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. ഓക്കെ, പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം, ഹൗ ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ്, ഇൻഡിവിജ്വൽ ഇലക്ട്രോഡ്. അതുപോലെ ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കാം, മെഷർമെന്റ് ഓഫ് ആൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ആ ഒരു പർപ്പസിന് വേണ്ടി ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത്, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ല, ഇപ്പോൾ കോപ്പറിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ പ്ലസ് 0.34 വോൾട്ട് കിട്ടി. അതുപോലെ സിങ്കിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് മൈനസ് 0.76 വോൾട്ട് കിട്ടി. ആ വോൾട്ടേജ്, ആ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ കിട്ടുന്നു, അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇനി ശ്രമിക്കുന്നത്. ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് നോർമലി നമ്മൾ വോൾട്ട്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് സെല്ലിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത്, അത് സെല്ലിന്റെ മൊത്തത്തിലുള്ള പൊട്ടൻഷ്യലാണ് കിട്ടുന്നത്. അത് മൊത്തത്തിൽ തരുന്ന സെൽ വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഇൻഡിവിജ്വൽ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് അവിടുന്ന് വോൾട്ട്മീറ്ററിൽ നിന്ന് നോർമലി മെഷർ ചെയ്യാൻ പറ്റില്ല. അത് ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ് വെച്ച് ഉള്ള ഒരു കണക്കിലാണ് നമുക്ക് ആ വോൾട്ട്മീറ്ററിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാവുന്ന ഒരു റഫറൻസ് ഇലക്ട്രോഡിനെ ഉപയോഗിക്കാറുണ്ട്. ഈ പർപ്പസിന്, അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ മെഷർ ചെയ്യുന്ന പർപ്പസിന് നമുക്ക് NCERT ടെക്സ്റ്റിൽ ഒരു റഫറൻസ് ഇലക്ട്രോഡിന്റെ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെയാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ നമ്മൾ SHE എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്, വളരെ ഷോർട്ട് ആയിട്ട് SHE. അപ്പം ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ ഷോർട്ട് ഹാൻഡ് റെപ്രസെന്റേഷൻ. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അതിനെ 0 ആയിട്ട് പരിഗണിച്ചിരിക്കുന്നു. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ
പൊട്ടൻഷ്യലിനെ 0 ആയിട്ട് നമ്മൾ കൺവെൻഷനലി പരിഗണിച്ചിരിക്കുന്നു. അപ്പം ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ നമ്മളൊരു റഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നു. റഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ റഫറൻസ് ആയിട്ട് എടുക്കുന്ന മറ്റൊരു ഇലക്ട്രോഡിനെ, സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്ന ഒരു ഇലക്ട്രോഡിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡ് എന്നോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ കേസ് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നു. അതിന് വേറൊരു കാരണമുണ്ട്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഇലക്ട്രോഡിനകത്ത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 298 കെൽവിൻ, 1 ബാർ പ്രഷർ, 1 മോളാർ കോൺസെൻട്രേഷൻ. അത് അതിന്റെ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലിനെ 0 ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഒരു റഫറൻസ് ഇലക്ട്രോഡിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഓൾറെഡി പൊട്ടൻഷ്യൽ അറിയാത്ത ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന റഫറൻസ് ഇലക്ട്രോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ചില കേസിൽ ഇതിനെ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നും പറയാറുണ്ട്. നമുക്ക് NCERT ടെക്സ്റ്റിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നാണ് പറയാനുള്ളത്. അപ്പൊ മനസ്സിലാക്കാം സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളൊരു വെസലിൽ 1 മോളാർ H+ ഉള്ള അല്ലെങ്കിൽ 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള ഏതെങ്കിലും ഒരു അസിഡിക് സൊല്യൂഷൻ എടുക്കുന്നു. അവിടെ ഒരു വെസൽ, ഈ അസിഡിക് സൊല്യൂഷനിലേക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ 1 ബാർ പ്രഷറിൽ ബബിൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹൈഡ്രജൻ ഗ്യാസിനെ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിന് വേണ്ടി ഒരു പ്ലാറ്റിനത്തിന്റെ വയർ വിത്ത് എ പ്ലാറ്റിനം ഫോയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അറ്റത്ത് ഒരു പ്ലാറ്റിനം ഫോയിൽ, അതുപോലെ ഇത് പ്ലാറ്റിനം വയർ. അപ്പൊ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിന് വേണ്ടി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ ഉപയോഗിക്കുന്ന സജ്ജീകരണമാണ് പ്ലാറ്റിനം വയർ. അതിന്റെ അങ്ങേ അറ്റത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റിനത്തിന്റെ ഒരു ഫോയിൽ ഉണ്ട്. ആ ഫോയിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നത് 1 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോണാണ്. ഹൈഡ്രജൻ ഗ്യാസിനെ 1 ബാർ പ്രഷറിലും 298 കെൽവിനിലുമാണ് ഇങ്ങോട്ട് ഈ ഒരു അസിഡിക് സൊല്യൂഷനിലേക്ക് ബബിൾ ചെയ്യിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ സെറ്റപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഈ ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ സ്റ്റാൻഡേർഡ് എന്ന് പറയാനുള്ള കാരണവും ഈ ഒരു അറേഞ്ച്മെന്റ് കൊണ്ടാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിലെ റിഡക്ഷൻ റിയാക്ഷൻ ഇങ്ങനെയാണ്. H+ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് ഹാഫ് H2 ഗ്യാസ് ആയിട്ട് മാറുന്നു. ഹാഫ് H2 ഗ്യാസ് എന്ന് പറഞ്ഞ ഒരു ഹൈഡ്രജൻ ആറ്റമാണ്. H+ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് ഹാഫ് H2 ഗ്യാസ് ആവുന്നു. ഇതാണ് റിഡക്ഷൻ റിയാക്ഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പം ഇവിടെ നമ്മളൊരു കാര്യം ഉണ്ട്, ഏത് ഇലക്ട്രോഡിന്റെ ആണോ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്നത്, ആ ഇലക്ട്രോഡിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് ഒരു സെല്ല് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ആനോഡായിട്ടും കാഥോഡായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ NCERT ടെക്സ്റ്റിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ഓൾവേസ് കെപ്റ്റ് ഇൻ ദ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ കെപ്റ്റ് ചെയ്തിരിക്കുന്നത്. NCERT സിലബസ് അനുസരിച്ച് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ആനോഡായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. കാഥോഡായിട്ടും ആനോഡായിട്ടും ആക്ട് ചെയ്യാനുള്ള എബിലിറ്റി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനുണ്ട്. നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി, കാൽക്കുലേഷൻസ് എളുപ്പമാവാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ സൗകര്യാർത്ഥം സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്തിരിക്കുന്നു. അപ്പൊ ആനോഡായിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ വെക്കുന്നത്. അപ്പൊ നോർമലി നമ്മൾ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡ് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ഉപയോഗിക്കുന്നു. അപ്പൊ ആരുടെയാണോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത്, അയാളെ മേക്ക് എ സെൽ വിത്ത് SHG, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് ഒരു സെൽ അങ്ങ് മേക്ക് ചെയ്യുന്നു. അപ്പൊ മനസ്സിലാക്കാം, ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് സോൾട്ട് ബ്രിഡ്ജ്, സപ്പോസ് X എന്ന് പറഞ്ഞൊരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ആനോഡായിട്ടും നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ട ഹാഫ് സെല്ലിനെ കാഥോഡായിട്ടും വെക്കുന്നു. അവരെ തമ്മിൽ നമ്മൾ കാഥോഡ് C തമ്മിൽ ഒരു സോൾട്ട് ബ്രിഡ്ജ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കേസ് അറിയാം, ഇവിടെ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്താൽ വോൾട്ട്മീറ്ററിൽ ഒരു റീഡിംഗ് വരും. ഈ സെല്ലിന്റെ ഓവറോൾ സെൽ പൊട്ടൻഷ്യലാണ് വോൾട്ട്മീറ്ററിൽ കാണുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം, ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഈ സെല്ല് കിട്ടുമ്പോൾ, ഈ സിറ്റുവേഷനിൽ നിന്ന് ഈ സെല്ല്, അത് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആണ്, അത് കിട്ടുമ്പോൾ E റൈറ്റ് മൈനസ് E ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ്, E റൈറ്റ് മൈനസ് E ലെഫ്റ്റ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഈ റൈറ്റ് ആണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിനെ ഞാൻ ഇവിടെ നിർത്തുന്നു. മൈനസ് E ലെഫ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്, അതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പം ഇവിടെ നമുക്ക് വോൾട്ട് മീറ്ററിൽ ഒരു E0 സെല്ല് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഈ സെക്കൻഡ് പാർട്ട് അങ്ങ് വാനിഷ് ആയി പോകും, 0 ആയി പോകും. എന്ന് പറഞ്ഞാൽ E0R റൈറ്റ് സൈഡിലുള്ള ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ഈ സെല്ലിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് ചുരുക്കം പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ആളുടെ പൊട്ടൻഷ്യൽ ആയിരിക്കും. കാരണം റൈറ്റ് സൈഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന അൺനോൺ ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ള ആളെയാണ്.
കാരണം നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ 0 ആണെന്നറിയാം. ഇതിൽ നിന്ന് വോൾട്ട് മീറ്റർ റീഡിങ്. അപ്പം ഒന്ന് മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു അൺനോൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇലക്ട്രോഡിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു സെൽ ഉണ്ടാക്കി വെച്ചിരുന്നാൽ വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന ആ ഒരു ഓവറോൾ സെൽ റിയാക്ഷന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു സെല്ലിന്റെ EMF എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ വയ്യാത്ത ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ആയിരിക്കും. കാരണം ഒരാളുടെ 0 ആണ്, 0 ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഇലക്ട്രോഡിനെ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഇലക്ട്രോഡുമായിട്ട് കമ്പയർ ചെയ്ത് സെല്ല് നിർമ്മിച്ചുകൊണ്ട് നമുക്ക് ഒരു അൺനോൺ ആയിട്ടുള്ള ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകളെയാണ് റഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഈ പർപ്പസിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഇലക്ട്രോഡിനെയാണ്. അതിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഇലക്ട്രോഡ് എന്ന് പറയാനുള്ള കാരണം അത് ഈ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. 298 കെൽവിൻ, 1 ബാർ പ്രഷർ, 1 മോളാർ കോൺസെൻട്രേഷൻ. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഒരു ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ കോപ്പറിന്റെ സിങ്കിന്റെ ഒക്കെ എങ്ങനെയാണ് ആ വാല്യൂസ് കിട്ടുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഇതിന്റെ കോപ്പർ 2+ ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റാൻഡേർഡ്, അതിനു മുമ്പിട്ടൊരു കാര്യം, ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഇലക്ട്രോഡിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഇലക്ട്രോഡിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം സോളിഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് വിത്ത് 1 ബാർ പ്രഷർ in contact with H+, 1 molar concentration, aqueous ആണ്. ഇതാണ്, this is the representation of standard hydro electrode. Platinum hydrogen gas maintained at 1 bar pressure in contact with H+. This is the representation of standard hydro electrode. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പൊ കോപ്പറിന്റെ ആണ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ ആനോഡായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഇലക്ട്രോഡിനെയാണ്. ആ സെല്ല് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. PT സോളിഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്, 1 ബാർ പ്രഷറിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഇൻ കോണ്ടാക്ട് വിത്ത് H+, അക്വസ് സൊല്യൂഷൻ ആണ്, അതുപോലെ തന്നെ 1 മോളാർ കോൺസെൻട്രേഷൻ ആണ്. ഇതാണ് ആനോഡിക് പാർട്ട്. അത് കഴിഞ്ഞ് സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നു. കോപ്പറിന്റെ ആണെങ്കിൽ കോപ്പർ 2+ അക്വസ് ഇൻ കോണ്ടാക്ട് വിത്ത് കോപ്പർ സോൾഡ്. അപ്പൊ ഇതാണ് സെൽ എന്ന് പറയുന്നത്. ഈ സെല്ലിന്റെ E0 സെൽ ഈക്വൽ ടു E0 സെൽ എന്ന് പറയുന്നത് +0.34 വോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അത് ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ E0 സെൽ ഈക്വൽ ടു നമുക്കറിയാം E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ്. റൈറ്റ് സൈഡിൽ നമുക്കറിയാം കോപ്പർ ആണ്, ലെഫ്റ്റിൽ നമുക്കറിയാം ഹൈഡ്രോജൻ ഇലക്ട്രോഡ് ആണ്. അപ്പൊ E0 സെൽ എന്ന് പറഞ്ഞാൽ 0.34 വോൾട്ട് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു E0 റൈറ്റ് മൈനസ് 0 എന്ന് കൊടുക്കാം. അപ്പൊ E0 റൈറ്റ് എന്ന് പറയുന്നത് +0.34 വോൾട്ട് ആണ് കിട്ടുന്നത്. അപ്പൊ +0.34 വോൾട്ട് എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെ വോൾട്ടേജ് ആയിരിക്കും. ഈ രീതിയിലായിരിക്കും നമുക്ക് ഇതിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് സിങ്കിന്റെയും ഇതുപോലെ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. സിങ്കിന്റെയും സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ അതിങ്ങനെയാണ് അതിന്റെ റെപ്രസെന്റേഷൻ. ഇപ്പൊ സിങ്ക് ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നാൽ മതി. ഫസ്റ്റ് പാർട്ട് ഓക്കെയാണ്, സോൾട്ട് ബ്രിഡ്ജ്. എപ്പോഴും സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് സൈഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സിങ്ക് 2+ അക്വസ് ഇൻ കോണ്ടാക്ട് വിത്ത് സിങ്ക് സോൾഡ്. അപ്പൊ നമ്മളിവിടെ E0 സെൽ, അതായത് ഈ പറയുന്ന വോൾട്ട് മീറ്ററിലെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 0.76 വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ E0 സെൽ ഈക്വൽ ടു E റൈറ്റ് മൈനസ് E ലെഫ്റ്റ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമുക്കറിയാം E റൈറ്റ്, ഇതെല്ലാം സ്റ്റാൻഡേർഡ് സെല്ലാണ്. E റൈറ്റ് നമുക്ക് അറിയില്ല, അതാണ് സിങ്കിന്റെ പൊട്ടൻഷ്യൽ. E ലെഫ്റ്റ് സൈഡിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ E0 സെൽ നമുക്ക് ഓൾറെഡി കിട്ടി -0.76 വോൾട്ടേജ് ആണ്. അപ്പൊ ഉറപ്പായിട്ട് ഈ റൈറ്റ് എന്ന് പറയുന്നത് -0.76 വോൾട്ടേജ് കിട്ടുന്നു. സിങ്കിന്റെ പൊട്ടൻഷ്യൽ ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ഇതുപോലെ നമുക്ക് ഏത് ഇലക്ട്രോഡിന്റെ വേണമെങ്കിലും ഇൻഡിവിജ്വൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഇലക്ട്രോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താവുന്നതാണ്. നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഹൗ ടു റെപ്രസെന്റ് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കാം, E റൈറ്റ് മൈനസ് E ലെഫ്റ്റ് എന്ന രീതിയിലൂടെ. അതുപോലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി, IUPACയുടെ കൺവെൻഷൻ അനുസരിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് മനസ്സിലാക്കി. ഇനി ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ മെഷർ ചെയ്തെടുക്കാം, ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ കിട്ടുന്നു, അത് യൂസിങ് എ റെഫറൻസ് ഇലക്ട്രോഡ്. ദാറ്റ് ഈസ് ഹിയർ ദ റെഫറൻസ് ഇലക്ട്രോഡ് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇവിടെ നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ഉപയോഗിക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറിയാൻ വയ്യാത്ത എല്ലാ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഓക്കെ.